ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള മത്സരത്തിന് ശേഷം മിക്സഡ് സോഡിനിടയിൽ വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയോട് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം വന്നിരുന്നു. അത് അടുത്ത മത്സരമായ ഇന്റർ കാശിക്കെതിരെയുള്ള പോരാട്ടത്തിനെ കുറിച്ചാണ്. ആ ഒരു മത്സരത്തിൽ ഡേവിഡ് കാറ്റാലയുടെ വാക്കുകൾ കേട്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഓർമ്മ വന്നത്, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിച്ചത്, ഞങ്ങൾക്കൊരാശാനുണ്ടായിരുന്നു ഇവാൻ വുക്കോവാനോവിച്ച്. എത്ര വലിയ കരുത്തുറ്റ ടീമിനെയും കൊച്ചിയിൽ വന്ന് വെല്ലുവിളിച്ചാൽ കടുകുമണി ഇട പോലും അടങ്ങാൻ അനുവദിക്കാത്ത അവരെ പൂട്ടിയിട്ട് വമ്പന്മാരെ കൊന്ന് കൊലവിളിച്ച് കൊമ്പന്മാരെ യഥാർത്ഥ മതയാനകളാക്കി മാറ്റിയ ഞങ്ങളുടെ ആശാനുണ്ടായിരുന്നു. ആ ആശാനെ വെച്ച് നോക്കുമ്പം ആറ്റിറ്റ്യൂഡും ശരീരഭാഷയും വരെ സങ്കടപ്പെടുന്നതാണ്. കാറ്റാലയ്ക്ക് ഇന്റർ കാശി എന്ന് പറയുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നവാഗതരായ ടീമിനെ പോലും ഭയമാണ് എന്ന് പുള്ളിയുടെ വാക്കിൽ നിന്നും വളരെ കൃത്യവും വ്യക്തവുമായി മനസ്സിലാവാം. പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കുന്ന ബഡ്ജറ്റും താരങ്ങളുടെ ഒരു കപ്പാസിറ്റിയും വെച്ച് നോക്കുമ്പോൾ ഇന്റർ കാശിയോട് പോലും മുട്ടി നിൽക്കാൻ പറ്റില്ലായിരിക്കും. സാധാരണഗതിയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നവാഗതരായിട്ടുള്ള ഒരു ക്ലബിനെതിരെ കളിക്കുമ്പോൾ അവരെ വില കുറച്ച് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കില്ല, ഞങ്ങളങ്ങ് പരാജയപ്പെട്ടു പോകും എന്നുള്ള ശരീരഭാഷയൊന്നും ഇവാനില്ലായിരുന്നു. എത്ര കരുത്തുറ്റവന്മാർ വന്നാൽ പോലും ഞങ്ങളൊന്നും മുട്ടി നോക്കും. മുംബൈ സിറ്റി എഫ് സി അക്കാലത്ത് അജയ്യരായിരുന്നു. അതേ മുംബൈ സിറ്റി എഫ് സിയെ കൊച്ചിയിൽ കൊന്നു കൊല വിളിക്കാൻ നമ്മളുടെ ആശാന് കഴിഞ്ഞു. കരുത്തന്മാരെ മലർത്തിയടിച്ച ആശാന്റെ ഓർമ്മകളിൽ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അഭിരമിക്കുമ്പോൾ കാറ്റാല പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇന്റർ കാശി നമ്മളെക്കാൾ കരുത്തരായ ടീമാണ്, അവർക്ക് നമ്മളെക്കാൾ വലിയ ബഡ്ജറ്റ് ഉണ്ട്, അതുകൊണ്ട് കാശിക്കെതിരെ കാര്യങ്ങൾ കഠിനമായിരിക്കും എന്ന് പറയുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നവാഗതരായിട്ടുള്ള ക്ലബിനോട് പോലും പരാജയ ഭീതിയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത് എന്ന് കാറ്റാല പറയുമ്പോൾ നിരാശയോടെ ആശാനെ ഓർത്ത് നെടുവീർപ്പിടാനല്ലാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മറ്റൊന്നും കഴിയില്ല.